പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാൻ എൻ്റെ വീട്ടിലെ സോളാർ പാനലുകളെയും ഓൺഗ്രിഡ്, ഓഫ്ഗ്രിഡ് ഇൻവെർട്ടറുകളെ പറ്റിയും ഉള്ള വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സോളാർ ഇൻസ്റ്റലേഷൻ ഞാൻ തന്നെ ചെയ്തതാണ്. അതറിയാവുന്ന 1-2 ഫ്രണ്ട്സാണ് ഈ അനുഭവവും അറിവും ഒന്ന് വീഡിയോ ആയി ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയ്ക്ക് 1-2 ഭാഗങ്ങളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യാം. ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് പറയാമെന്ന് കരുതുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കറണ്ട് 2 തരത്തിലുണ്ട്: AC കറണ്ടും DC കറണ്ടും. AC കറണ്ടിൻ്റെ പ്രധാന സോഴ്സ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. അതുകൂടാതെ വിൻഡ് മില്ലിലെ ജനറേറ്ററിൽ നിന്നും AC കറണ്ട് നമുക്ക് കിട്ടും. പിന്നെയുള്ള സോഴ്സ് ഡീസൽ ജനറേറ്ററിൽ നിന്നാണ്. DC കറണ്ടിൻ്റെ പ്രധാന സോഴ്സ് ബാറ്ററിയാണ്. സോളാർ പാനലും ഇപ്പം വ്യാപകമായി DC കറണ്ട് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്യൂവൽ സെല്ലും പെൽറ്റിയർ മൊഡ്യൂളും താരതമ്യേന കുറഞ്ഞ പ്രചാരമുള്ള DC പവർ സോഴ്സാണ്. ഈ DC കറണ്ട് സോഴ്സിൽ നിന്ന് AC കറണ്ട് ഉണ്ടാക്കുന്ന ഉപകരണമാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ സാധാരണയായി കാണപ്പെടുന്നത് ബാറ്ററിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇൻവെർട്ടറാണ്. ഈ ഇൻവെർട്ടർ ബാറ്ററിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന DC കറണ്ടിനെ AC കറണ്ടാക്കി മാറ്റി നമ്മുടെ വീട്ടുപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ AC കറണ്ട് നൽകുന്നു. ഇങ്ങനെ DC കറണ്ട് ഇൻപുട്ടും AC കറണ്ട് ഔട്ട്പുട്ടും മാത്രമുള്ള ഈ ഇൻവെർട്ടറിനെ സ്റ്റാൻഡ് അലോൺ ഇൻവെർട്ടർ എന്ന് പറയുന്നു. ഈ ഇൻവെർട്ടർ 3 തരമുണ്ട്. പ്യുവർ സൈൻ വേവ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്നത്. മോഡിഫൈഡ് സൈൻ വേവും സ്ക്വയർ വേവും ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അത്ര പ്രചാരത്തിലില്ലാത്തതാണ്. പക്ഷേ കുറച്ചു നേരം ഇൻവെർട്ടർ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ബാറ്ററി ഡിസ്ചാർജ് ആകുകയും ഇൻവെർട്ടർ ഓഫ് ആകുകയും ചെയ്യും. അങ്ങനെ ഡിസ്ചാർജ് ആയ ബാറ്ററി വീണ്ടും ഫുൾ ചാർജ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചാർജർ ഉപയോഗിക്കുന്നത്. ബാറ്ററിക്ക് കൂടുതൽ ലൈഫ് കിട്ടുന്നതിനും കൂടുതൽ നേരം ബാക്കപ്പ് കിട്ടുന്നതിനുമായി ബാറ്ററിയുടെ കറണ്ട് റേറ്റിങ്ങിൻ്റെ 10% കറണ്ട് മാത്രമേ ചാർജ് ചെയ്യുവാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. സോളാർ ബാറ്ററിക്ക് 20% വരെ ചാർജ് ചെയ്യാനും പറ്റുന്നതാണ്. ബാറ്ററി നമുക്ക് AC ഉപയോഗിച്ചും ചാർജ് ചെയ്യാം, DC ഉപയോഗിച്ചും ചാർജ് ചെയ്യാം. KCBയിലെയും വിൻഡ് മില്ലിലെയും AC കറണ്ടിനെ DC കറണ്ടാക്കി കൺവെർട്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. സോളാർ പാനലിൽ നിന്നുള്ള DC കറണ്ട് ഉപയോഗിച്ചും ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും ബാറ്ററിയുടെ വോൾട്ടേജിനും ആംപിയറിനും അനുസരിച്ച് ചാർജിങ് നിയന്ത്രിക്കുന്ന ഉപകരണമാണ് ചാർജ് കൺട്രോളർ. KCB ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഉപകരണത്തെ ബാറ്ററി ചാർജർ എന്നേ പറയാറുള്ളൂ. ഗ്രിഡ് ചാർജ് കൺട്രോളർ എന്ന് പറയാറില്ല. വിൻഡ് മില്ലിൽ നിന്നുള്ള പവർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ഉപകരണത്തെ വിൻഡ്മിൽ ചാർജ് കൺട്രോളർ എന്ന് പറയുന്നു. സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ഉപകരണത്തെ സോളാർ ചാർജ് കൺട്രോളർ എന്നും പറയുന്നു. നമ്മുടെ വീടുകളിൽ കൂടുതൽ കാണുന്നത് ഗ്രിഡ് ഉപയോഗിച്ചുള്ള ബാറ്ററി ചാർജറാണ്. ഈ ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് നമ്മുടെ വീട്ടിൽ പവർ കട്ടുള്ളപ്പോൾ കണ്ടിന്യൂസ് ആയി AC കറണ്ട് കിട്ടുള്ളൂ. ഗ്രിഡിൽ നിന്നുള്ള ബാറ്ററി ചാർജറും സ്റ്റാൻഡ് അലോൺ ഇൻവെർട്ടറും ഒറ്റ യൂണിറ്റായുള്ളതാണ് നമ്മുടെ വീട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഇൻവെർട്ടർ. ചാർജറും ഇൻവെർട്ടറും ഒരു യൂണിറ്റിലാകുന്നതുകൊണ്ട് അതിലൊരു ഇൻറ്റേർണൽ ബൈപ്പാസ് സർക്യൂട്ടുണ്ട്. അതുകൂടാതെ ബാറ്ററി ചാർജറും സ്റ്റാൻഡ് അലോൺ ഇൻവെർട്ടറും ഉണ്ട്. ഈ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് നൽകുന്നു. അതായത് പവർ കട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇൻവെർട്ടർ ഓണായി ബാറ്ററിയിൽ നിന്നും ബാക്കപ്പ് പവർ കിട്ടുന്നു. കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ തടസ്സം കൂടാതെ പ്രവർത്തിക്കുന്നു. KCB പവർ ഉള്ളപ്പോൾ ബൈപ്പാസ് സർക്യൂട്ട് ഓണായി ഇൻവെർട്ടർ ഓഫ് ആകുന്നു. അതിനാൽ ഇൻവെർട്ടറിൻ്റെ ലൈഫും കൂടുതൽ കിട്ടുന്നു. ചാർജറും ഇൻവെർട്ടറും രണ്ട് ഡിവൈസുകളാകുമ്പോൾ കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇൻവെർട്ടർ ഓണായിരിക്കും. ഇൻവെർട്ടർ ബൈപ്പാസ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ബെറ്ററായി ചാർജ് ചെയ്യുകയും ചെയ്യും. 2 ഡിവൈസുകൾ ഒന്നാകുമ്പോൾ നമുക്ക് സ്പേസ് ലാഭിക്കാം. കാഴ്ചയിൽ പല ഡിവൈസുകൾ ചേർത്ത് വച്ചിരിക്കുന്നതിൻ്റെ അഭംഗിയില്ലാതെ ഒരു ബോക്സ് മാത്രമായി ഭംഗിയായിരിക്കുകയും ചെയ്യും. ആദ്യമേ പറഞ്ഞതുപോലെ സോളാർ പാനൽ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഉപകരണമാണ് സോളാർ ചാർജ് കൺട്രോളർ. സോളാർ ചാർജ് കൺട്രോളർ 2 തരത്തിലുണ്ട്: MPPT ചാർജ് കൺട്രോളറും PWM ചാർജ് കൺട്രോളറും. MPPT ചാർജ് കൺട്രോളറാണ് കൂടുതൽ എഫിഷ്യൻറ്റ്. അതുകൊണ്ട് MPPT ചാർജ് കൺട്രോളറാണ് ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് കിട്ടുന്നത്. സോളാർ ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും ഒറ്റ യൂണിറ്റായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സോളാർ പാനലിൽ നിന്ന് DC കറണ്ട്
AC ആയി നമ്മുടെ ഗൃഹോപകരണങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സോളാർ ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും ഒറ്റ ഡിവൈസായി പ്രവർത്തിച്ച് സോളാർ പവർ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ഗ്രിഡ് പവറിൻ്റെ സഹായമില്ലാതെ തന്നെ ഗൃഹോപകരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഹോം ഇൻവെർട്ടറിൻ്റെയും സോളാർ ചാർജ് കൺട്രോളിൻ്റെയും പ്രവർത്തനങ്ങൾ ഒരുമിച്ചായാലോ? അതിനെയാണ് ഓഫ് ഗ്രിഡ് സോളാർ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോളാർ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ സോളാർ പാനലിൻ്റെ DC ഇൻപുട്ട് ഉണ്ടാവും, AC ഇൻപുട്ട് ഉണ്ടാവും, ബാറ്ററി കണക്ഷൻസ് ഉണ്ടാവും, വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള AC ഔട്ട്പുട്ട് ഉണ്ടാവും. ബ്ലൂ കളറിലുള്ളതാണ് PWM ബേസ്ഡ് ചാർജ് കൺട്രോളിലുള്ള ഹൈബ്രിഡ് സിസ്റ്റം. ഗ്രീൻ കളറിൽ കാണുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള MPPT ടെക്നോളജി ബേസ്ഡായി മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഇതിന് സോളാർ പവർ കൺട്രോൾ യൂണിറ്റ് എന്നും പറയുന്നുണ്ട്. സോളാർ ഹൈബ്രിഡ് സിസ്റ്റത്തിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ. സോളാർ പവർ ആവശ്യത്തിന് ഇല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്നൂടെ പവർ എടുത്ത് ആവശ്യത്തിന് ഔട്ട്പുട്ട് കിട്ടുകയും സോളാർ പവറും ബാറ്ററി ഔട്ട്പുട്ടും കുറവാണെങ്കിൽ ഗ്രിഡിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുന്നുള്ള ഫംഗ്ഷനാണ് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ. ലോഡ് പ്രയോറിറ്റി സോളാർ മാത്രമായിട്ടോ സോളാർ ബാറ്ററി മാത്രമായിട്ടോ ഗ്രിഡ് മാത്രമായിട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് സോളാർ മാത്രമായിട്ടോ ഗ്രിഡ് മാത്രമായിട്ടോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. സോളാർ ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും ഒറ്റ യൂണിറ്റ് ആകുന്നതുകൊണ്ട് സ്പേസും ലാഭിക്കുന്നതിന് സാധ്യമാണ്. ഓഫ് ഗ്രിഡ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ചിലവ് കൂടുതലാണ്. ബാറ്ററി മാറ്റുന്ന തുക വേറെയും കണ്ടെത്തണം. സോളാർ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ അതിൽ ലോഡ് കണക്ട് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല അതിൻ്റെ എഫിഷ്യൻസിയും കുറവാണ്. ഗ്രിഡ് പവർ ഇല്ലാത്ത ഫാം ഹൗസ് പോലുള്ള സ്ഥലങ്ങൾക്ക് ഓഫ് ഗ്രിഡ് ഏറെ അനുയോജ്യമാണ്. പിന്നെ ആവശ്യത്തിന് ബാറ്ററി ബാക്കപ്പും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പവർ കട്ട് എന്ന കാര്യത്തെ പേടിക്കുകയും വേണ്ട. ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ താരതമ്യേന എളുപ്പമാണ്. ബാറ്ററി കണക്ഷൻ വേണ്ടാത്ത ഇൻവെർട്ടറാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ബാറ്ററിയായി പ്രവർത്തിക്കുന്നത് ഗ്രിഡ് പവർ ലൈൻ തന്നെയാണ്. നമ്മുടെ സോളാർ ഇൻവെർട്ടർ നെറ്റ് മീറ്റർ മുഖേന ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പവർ കട്ട് വന്നാൽ എത്ര തന്നെ ശക്തിയായി സൂര്യപ്രകാശമുണ്ടെങ്കിലും ഇൻവെർട്ടറിൽ നിന്ന് വൈദ്യുതി ലഭിക്കില്ല. അതിനാൽ പവർ കട്ട് സമയത്ത് ബാക്കപ്പ് പവർ സോഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. സൂര്യപ്രകാശം കുറവുള്ള കാലാവസ്ഥയിൽ ഗ്രിഡ് കമ്പനിക്ക് നമ്മൾ ബില്ല് കൊടുക്കേണ്ടതായിട്ട് വരാം. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം ഗ്രിഡ് കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. പവർ കട്ട് കുറവുള്ള സ്ഥലങ്ങളിൽ ഏറെ അനുയോജ്യമായ സോളാർ സിസ്റ്റമാണ് ഓൺ ഗ്രിഡ്. കാരണം ഹൈ എഫിഷ്യൻസിയുള്ള ഈ ഇൻവെർട്ടറിൽ ബാറ്ററി കണക്ഷൻ വേണ്ട, വാങ്ങാനുള്ള ചിലവും പരിപാലിക്കാനുള്ള ചിലവും കുറവാണ്. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ ശേഷിയേക്കാൾ കൂടുതൽ ലോഡ് കണക്ട് ചെയ്യുന്നതിനും കഴിയും. സോളാർ പ്ലാന്റ് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കൂടുതൽ പവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിഡ് കമ്പനി അതിന് പൈസയും തരും. ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും ഓൺ ഗ്രിഡ് ഇൻവെർട്ടറും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഹൈബ്രിഡ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. വില നല്ല കൂടുതലാണെങ്കിലും ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് ഇൻവെർട്ടർ വാങ്ങി സ്ഥാപിച്ചാൽ പവർ കട്ട് എന്ന ചിന്തയും വേണ്ട. ചിലപ്പോൾ ഗ്രിഡ് കമ്പനി പൈസയും തിരിച്ചു തരും. കമ്പ്യൂട്ടറിലേക്കുള്ള പവർ സപ്ലൈ ഫെയിലാകുമ്പോൾ ബാക്കപ്പ് പവർ നൽകുന്ന ഉപകരണമാണ് UPS. UPSലും ബാറ്ററി ഉണ്ട്. ബാറ്ററിയിൽ നിന്നുള്ള DC കറണ്ടിനെ AC ആക്കാനുള്ള ഇൻവെർട്ടർ തന്നെയാണ് UPSലും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഹോം ഇൻവെർട്ടറും UPSും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഹോം ഇൻവെർട്ടർ പ്രധാനമായും വീട്ടുപകരണങ്ങൾ കറണ്ട് പോകുമ്പോൾ പ്രവർത്തിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ, പ്രിൻ്റർ പോലെയുള്ള വോൾട്ടേജ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാണ് UPS ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ KCBയിൽ ചെറിയ വോൾട്ടേജ് വ്യത്യാസമേ വരുന്നുള്ളെങ്കിലും UPS ബാറ്ററി മോഡിലേക്ക് മാറുന്നു. എന്നാൽ വീട്ടുപകരണങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെർട്ടർ വലിയ വോൾട്ടേജ് വ്യത്യാസം വന്നാലേ ബാറ്ററി മോഡിലേക്ക് മാറുകയുള്ളൂ. UPSൽ KCBയിൽ നിന്നും ബാറ്ററി മോഡിലേക്ക് മാറാനുള്ള സമയം വെറും 5 മുതൽ 10 വരെ മില്ലി സെക്കൻഡ്സ് ആണ്. അതായത് കറണ്ടില്ലാത്ത അവസ്ഥ ചെറിയതാണ്. കമ്പ്യൂട്ടർ, പ്രിൻ്റർ പോലെയുള്ള ഉപകരണങ്ങൾക്ക് ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം വീട്ടുപകരണങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെർട്ടറിൽ അത്രയും കൃത്യതയുടെ ആവശ്യമില്ല. UPS ബാറ്ററി ചെറുതാണ്, ഇൻവെർട്ടർ ബാറ്ററി വലുതാണ്. UPSൻ്റെ ബാക്കപ്പ് ടൈം കുറവാണ്, ഇൻവെർട്ടറിൻ്റെ ബാക്കപ്പ് ടൈം കൂടുതലാണ് എന്നിങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങളും അതിൻ്റെ വ്യത്യാസമാണ്. പുതിയതായി മാർക്കറ്റിലുള്ള എല്ലാ ഇൻവെർട്ടറുകളിലും ബാക്ക് സൈഡിൽ UPS ഇൻവെർട്ടർ മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ടാകും. അതായത് ആവശ്യമുണ്ടെങ്കിൽ സാധാരണ ഇൻവെർട്ടർ UPS ആയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്രകാരം കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു സെപ്പറേറ്റ് UPS വാങ്ങേണ്ടി വരുന്നില്ല.
തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ മിസ്സാകാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എല്ലാവർക്കും നമസ്കാരം.